ജീവിതത്തെ അർത്ഥസമ്പുഷ്ടമാക്കുന്നത് ബന്ധങ്ങളാണ്. നല്ല ബന്ധങ്ങൾ നമ്മെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു. ബന്ധങ്ങളിലുണ്ടാകുന്ന വിള്ളലുകളാണ് മനുഷ്യജീവിതത്തെ പ്രശ്നസങ്കീർണമാക്കുന്നത്. മാനുഷിക ബന്ധങ്ങളിലുണ്ടാകുന്ന ചെറിയ ചെറിയ വിള്ളലുകൾ പോലും അത് എത്രത്തോളം നമ്മെ നമ്മുടെ ജീവിതത്തിൽ നിന്നും അകറ്റുന്നു, മനോഹരതയിൽ നിന്നും അകറ്റുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ്. നമ്മുടെ ചുറ്റുമുള്ളവരുടെ നമ്മളോടുള്ള ബന്ധങ്ങൾ അത് തീർത്തും നല്ലതായിരിക്കണമെന്ന് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ട്. ബന്ധങ്ങളിലുണ്ടാകുന്ന വിള്ളലുകൾ കാരണം ഇന്നത്തെ സമൂഹത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. അത് കുടുംബ ബന്ധങ്ങളാകാം, സമൂഹത്തിലെ ബന്ധങ്ങളാകാം, ജോലിസ്ഥലത്തെ ബന്ധങ്ങളാകാം. ഏതു തരത്തിലുള്ള ബന്ധങ്ങളാണെങ്കിലും ഏറ്റവും നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. കുടുംബ ബന്ധങ്ങളിലുണ്ടാകുന്ന ശിഥിലതകൾ നമ്മളെ എത്രത്തോളം സങ്കടപ്പെടുത്തുന്നു എന്നുള്ളതിന് പല ഉദാഹരണങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഒരു ചോദ്യവുമായി ഒരമ്മ ഇന്ന് കൗൺസിലിംഗ് കോർണറിൽ നമ്മുടെ മുമ്പിൽ എത്തുകയാണ്. അമ്മയെ സഹായിക്കാനായി നമ്മുടെ തച്ചിലച്ചൻ നമ്മളോടൊപ്പമുണ്ട്. കോഴിക്കോട് മലാപ്പറമ്പ് ആസ്ഥാനമായുള്ള ക്രൈസ്റ്റ് ഹാളിലെ SRCയുടെ ഡയറക്ടറാണ് ഫാദർ ജോസ് തച്ചിലച്ചൻ. അച്ഛാ, കൗൺസിലിംഗ് കോർണർ എന്ന പ്രോഗ്രാമിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. താങ്ക് യു. ഇന്നത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. 3 മക്കളുടെ അമ്മയായിട്ടുള്ള ഒരു വിധവയായിട്ടുള്ള ഒരു സ്ത്രീയുടെ ചോദ്യമാണ്. 2 ആൺകുട്ടികളും 1 മകളും. മകള് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നു, വിവാഹിതയാണ്. മൂത്ത മകൻ ഇതര മതസ്ഥയായ ഒരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലായി. ആ പെൺകുട്ടിയുടെ വീട്ടിൽ അവളുടെ സാമ്പത്തിക സ്ഥിതി ഇവരെക്കാൾ വളരെ ഉയർന്ന നിലയിലുമാണ്. തീർച്ചയായിട്ടും അവളുടെ വീട്ടുകാർ പ്രശ്നമാക്കി, വലിയ പ്രശ്നമായി. അവർ പോലീസിൽ പരാതി കൊടുത്തു. പോലീസുകാർ കാര്യങ്ങൾ അന്വേഷിച്ചു. ഇളയ മകനെ അവർ കസ്റ്റഡിയിലെടുക്കുകയും ആ മകനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അതിൻ്റെ മനോവിഷമത്തിൽ ഈ ഇളയ മകൻ ആത്മഹത്യ ചെയ്തു. ഈ മൂത്ത മകൻ വിവാഹിതനായി. പക്ഷേ അവരുടെ കുടുംബം ആകെ താറുമാറായി. ഈ അമ്മയും മക്കളും വളരെയധികം ബന്ധങ്ങളിൽ അകന്നുപോയി. ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര മനോവിഷമമാണ്. ഈ കത്തിലൂടെ അമ്മയുടെ വിഷമം മുഴുവൻ അമ്മ എഴുതിയിട്ടുണ്ട്. അമ്മയുടെ ഇളയ മകൻ്റെ മരണവും അമ്മയെ വളരെയധികം അസ്വസ്ഥചിത്തയാക്കിയിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടത് എന്ന് അമ്മയ്ക്കറിയില്ല. അച്ഛൻ്റെ സഹായം തേടിയിരിക്കുകയാണ്. ഈ അമ്മച്ചിയുടെ അനുഭവം കുറേയേറെ അമ്മച്ചിമാരുടെയും അപ്പച്ചന്മാരുടെയും അനുഭവമാണ്. ഹൃദയം മുറിയുന്ന വേദന, പ്രത്യേകിച്ച് ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്വന്തം മകൻ നഷ്ടപ്പെടുക എന്ന് വരുന്നത്ര വളരെ ആഴത്തിലുള്ള മുറിവ്, ഇത് കുറേയേറെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ അമ്മച്ചിയുടെ സങ്കടം നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. പക്ഷേ യാഥാർത്ഥ്യത്തെ നമ്മൾ അറിയാതെ പോകരുത്. ഇതിനെപ്പറ്റി നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യുക സാധ്യമല്ല. എങ്കിൽ പോലും ഇതൊരു യാഥാർത്ഥ്യമാണെന്നും അത് തമ്പുരാനിലേക്ക് സമർപ്പിച്ച് അതിനെ കയ്യേറ്റുവാങ്ങാൻ സാധിക്കുക എന്നുള്ളതുമാണ് പ്രധാനം. സങ്കടകരമായ ഈ അവസ്ഥയെ തമ്പുരാന് കൊടുക്കുക. തമ്പുരാന് നമ്മെപ്പറ്റി ഒരു പ്ലാനുണ്ട്, പദ്ധതിയുണ്ട് എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ പലപ്പോഴും തെറ്റായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അതുകൊണ്ട് നമുക്ക് തെറ്റായിട്ടുള്ള ഉത്തരങ്ങൾ കിട്ടും. ദൈവം ഈ അനുഭവത്തിലൂടെയൊക്കെ ഈ അമ്മച്ചിയോട് എന്തോ പറയുന്നുണ്ട്. ദൈവമെല്ലാം നന്മയ്ക്കായി പരിണമിക്കുന്നു. അതുകൂടാതെ ഓരോരോ കാര്യങ്ങളെ പറ്റിയുള്ള അനുഭവങ്ങളും നമ്മെ മറ്റൊരു ബോധ്യത്തിലേക്കും നിലപാടുകളിലേക്കും നയിക്കുന്ന ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ ദൈവം എന്തോ ഈ അമ്മച്ചിയുടെ ജീവിതത്തിൽ അമ്മച്ചിയോട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തോ ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട്. അതെന്താണ് എന്ന് ഈ സങ്കടത്തിൻ്റെ നിറവിൽ തിരിച്ചറിയാൻ സാധിക്കാതെ പോകലാണ് ഏറ്റവും വലിയൊരു സങ്കടം അതിനകത്ത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അമ്മച്ചിക്ക് സങ്കടമുണ്ട്, പ്രശ്നങ്ങളാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ മധ്യേ ധാരാളം സാധ്യതകളുമുണ്ട്, ധാരാളം നന്മകൾ സംഭവിക്കുന്നുണ്ടാവാം.
ഈ സങ്കടത്തിൻ്റെ തീവ്രതയിൽ കാണാതെ പോകുന്ന കുറേ നന്മകൾ ആ കുടുംബത്തിലുണ്ടാവാം, അമ്മച്ചിയിലുണ്ടാവാം, മരുമകളിലുണ്ടാവാം, മക്കളിലുണ്ടാവാം. അതിനെ ഒന്ന് തിരിച്ചറിയാനുള്ള ഒരു ശ്രമം പരമപ്രധാനമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ നിന്ന് ഒരു മാറ്റം വരുത്താനായിട്ട് ഈ അമ്മച്ചിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ശ്രമങ്ങൾ നടത്താൻ പറ്റുമോ? നമുക്ക് മറ്റൊരാളെ മാറ്റുക അസാധ്യമാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ചില പുനഃക്രമീകരണങ്ങളും വായനകളും നടത്തിയാൽ ഒരു പക്ഷേ ഈ സാഹചര്യത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. അപ്പോൾ അവരുടെ കുടുംബത്തിൻ്റെ ഇന്നത്തെ ശിഥിലതയ്ക്ക് ഒരു കാരണം ഒരു പക്ഷേ അമ്മച്ചിയുടെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും ചെറിയ കാര്യങ്ങളാവാം, അല്ലെങ്കിൽ വലിയ കാര്യങ്ങളാവാം, നമുക്കറിയില്ല. പക്ഷേ അമ്മച്ചിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇതിനെ മറുതലിക്കാൻ എന്ന് ഒരു ചിന്ത കൂടി പ്രധാനമാണ്. ഉൾക്കൊള്ളുന്നത് ഇതൊരു യാഥാർത്ഥ്യബോധത്തോടെയും ദൈവത്തിന് ഈ അമ്മച്ചിയുടെ ജീവിതത്തിലുള്ള ഇഷ്ടമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അമ്മച്ചിയോടുള്ള സന്ദേശമാണ് എന്ന് കരുതി തന്നെ അത് സ്വീകരിക്കേണ്ടി വരും. അത്ര എളുപ്പമല്ല, സങ്കടകരമാണ്, പക്ഷേ അതല്ലാതെ വയ്യദാനം. ഈ ഒരു പ്രത്യേക സാഹചര്യം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. വ്യത്യസ്തതകളുള്ള, പ്രത്യേകിച്ച് ധനപരമായിട്ടും ജാതീയമായിട്ടോ അല്ലെങ്കിൽ മതപരമായിട്ടോ ഒക്കെ വ്യത്യസ്തതയുള്ള ആളുകൾ തമ്മിലുള്ള വൈവാഹിക ജീവിതത്തിൽ സംഭവിക്കാവുന്ന പ്രശ്നങ്ങളെ പറ്റിയുള്ള ഒരു ചൂണ്ടിക്കാണിക്കൽ കൂടിയാണ് ഈ കത്ത് എന്ന് ഞാൻ കരുതുന്നു. പലപ്പോഴും നമ്മളൊരു പ്രത്യേകമായിട്ടുള്ള സ്നേഹത്തിൻ്റെയും പരസ്പര ഇഷ്ടത്തിൻ്റെയും വെളിച്ചത്തിൽ മതം മാറുക, അല്ലെങ്കിൽ മറ്റൊരു സംസ്കാരത്തിലേക്കും ഒരു പ്രത്യേക മതപരമോ ജാതീയവുമായിട്ടുള്ള തലങ്ങളിലേക്ക് കടക്കുക എന്നൊക്കെ പറയുന്നത് എളുപ്പത്തിൽ ചെയ്യുന്ന കാര്യമായിട്ട് മാറാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ആഴപ്പെട്ട ബോധ്യത്തോടു കൂടി അല്ലാത്തത് കൊണ്ട് വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ആ കരുത്ത് നഷ്ടപ്പെടുകയും നഷ്ടബോധമുണ്ടാകുകയും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചവരെ പറ്റി ഇഷ്ടക്കേടുണ്ടാവുകയും ചെയ്യുക സ്വാഭാവികമാണ്. താൽക്കാലികമായിട്ടുള്ള ഇഷ്ടം തീർന്നു പോകുന്നു. അത് കൂടുതൽ അകൽച്ചകളിലേക്ക് നയിക്കുന്നു. കാരണം ഒരു സ്നേഹത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് മതം മാറാൻ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരു സംസ്കാരത്തിലേക്ക് ചേരാൻ തീരുമാനിക്കുന്നത്. പക്ഷെ അത് ബോധ്യത്തിലൂടെയല്ല. ഞാൻ എന്ത് ചെയ്യുമ്പോഴും ബോധ്യത്തോടു കൂടി അല്ലെങ്കിൽ അതിന് ആഴം കുറയും, അത് സസ്റ്റൈനബിളായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ പലപ്പോഴും ഈ വിവാഹ ജീവിതത്തിൽ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന അഡ്ജസ്റ്റ്മെൻ്റായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ വളരെ വ്യത്യസ്തതയുള്ള മനോഭാവം ഉണ്ടായി വരും. അത് പരസ്പര അകൽച്ചയ്ക്കും എതിർപ്പിന് കാരണമാകും. മറ്റ് ചില സാഹചര്യങ്ങളിൽ ഐഡിയലായിട്ടുള്ള ഒരു അന്തരീക്ഷം കൊണ്ട് ഞങ്ങളുടെ ജീവിതം ജീവിച്ച് കാണിക്കാമെന്ന് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാർ കൂടിയുണ്ട്. എൻ്റെ അറിവിൽ വളരെയധികം പഠിച്ചിട്ടുള്ള, അന്ന് MA പാസ്സായ ഒരു പെൺകുട്ടി ഈ ഒരു ഐഡിയലായിട്ടുള്ള ഒരു ജീവിതം മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് 8ാം ക്ലാസ് തോറ്റ ഒരാളെ തേടി പിടിച്ച് സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ടുണ്ട്. അന്നൊക്കെ അവർക്ക് വളരെ സന്തോഷമായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യന് ഇവളെപ്പറ്റി സംശയമായി. ഇവൾ കോളേജിൽ വലിയൊരു ഉദ്യോഗസ്ഥയായി, കോളേജിൽ പ്രൊഫസറായി. ഇദ്ദേഹത്തിന് കാര്യമായിട്ടൊന്നും ജോലിയില്ല. സംശയമായി നിരന്തരം ഈ സ്ത്രീയെ ദേഹോപദ്രവം ഏൽപ്പിച്ചു തുടങ്ങി. അതിൻ്റെ കാരണം അച്ഛൻ പറഞ്ഞു വരുന്നത്, അതായത് ഒരു വിവാഹം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും മതപരമായിട്ടും ഒക്കെ ഐക്യമുള്ള ഒരു രണ്ട് കുടുംബങ്ങളുടെ അല്ലെങ്കിൽ രണ്ട് വ്യക്തികളുടെ ഒരു അങ്ങനെ ഐക്യമുണ്ടാവണം. അതിനേക്കാളൊക്കെ ഉപരിയാണ് മനസ്സിൻ്റെ ആഴപ്പെട്ട ബോധ്യങ്ങളിലുള്ള ചേരുവ. ഇപ്പം മറ്റെന്ത് വ്യത്യാസമുണ്ടെങ്കിലും പരസ്പരം ആഴപ്പെട്ട ആത്മബന്ധമുണ്ടെങ്കിൽ കുറേയേറെ പ്രശ്നങ്ങൾ ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്വീകരിക്കുന്നത് പൂർണ്ണമായ ബോധ്യത്തോടും നിലപാടും കൂടി സ്വീകരിക്കുന്ന കാര്യമാവും. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച കാര്യത്തിൽ പലപ്പോഴും ഇങ്ങനെയുള്ള അപസ്വരങ്ങളുണ്ടാകുന്നത് കുറച്ച് കാലം കഴിയുമ്പോൾ ഞാൻ മറ്റേയാൾക്ക് യോഗ്യയല്ല എന്നൊരു തോന്നലുണ്ടാവും. പക്ഷേ ആ തോന്നൽ സ്വീകരിക്കാൻ നമുക്ക് വല്ലാത്ത മനസ്സിന് മടിയുണ്ടാവും. അപ്പോൾ ഇയാൾ എനിക്ക് കീഴിലാണ്. സാധാരണ പുരുഷന്മാർക്കാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുക. ഭാര്യ എനിക്ക് കീഴിലാണ് എന്ന് സ്വയം ബോധ്യപ്പെടുത്താനും
ഭാര്യയെ ബോധ്യപ്പെടുത്താനും വളരെ ക്രൂരമായിട്ട് ഭാര്യയോട് പെരുമാറും. ഇറാഷണലായിട്ടുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടും. അങ്ങനെ നിരന്തരം സ്നേഹം തെളിയിക്കാനുള്ള ഒരു ബാധ്യത ഉണ്ടായി വരും. ഒരു കടപ്പാടുണ്ടാക്കി വയ്ക്കും, ബാധ്യത ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ ആത്യന്തികമായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, നാം എന്ത് തീരുമാനം എടുക്കുമ്പോഴും, ഇപ്പോൾ സ്നേഹത്തിൻ്റെ ഒരു ശക്തിയിൽ ഞാൻ ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് സുസ്ഥിരമായൊരു തീരുമാനമാവണം. പലപ്പോഴും വളരെ പെർമിസീവായിട്ടുള്ളൊരു അന്തരീക്ഷം കണ്ടിട്ടുണ്ട്. നീ നിൻ്റെ വിശ്വാസം കാക്കുക, ഞാൻ എൻ്റെ വിശ്വാസം കാക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് പിന്നീട് പരസ്പരം രണ്ട് തലങ്ങളിൽ നിൽക്കുകയും അത് ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുകയും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ ചുറ്റുവട്ടത്തിൽ ഇപ്പോൾ ഈ അമ്മയുടെ കാര്യമാണെങ്കിലും അമ്മയ്ക്കും അമ്മയുടെ മക്കൾക്കും ഒരു വിശ്വാസമാണ്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു വിശ്വാസത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ് ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു കയറിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടിയുടെ വിശ്വാസം ഒരു ഒറ്റപ്പെടുന്ന ഒരു വിശ്വാസമായിട്ടും ഇവിടെ ബാക്കി എല്ലാവരുടെയും വിശ്വാസം അത് ഒരു കൂടുതലായിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫോഴ്സായിട്ട് നിൽക്കുന്നതായിട്ടും കാണുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതൽ വരാൻ സാധ്യതയില്ലേ? പ്രശ്നങ്ങൾ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഒരാളുടെ വിശ്വാസം അയാളുടെ ജനനം മുതൽ അനുഭവിക്കുന്ന കുറേയേറെ അനുഭവങ്ങളുടെയും സാന്നിധ്യങ്ങളുടെയും വിശ്വാസത്തിൻ്റെയൊക്കെ ആകത്തുകയാണ്. അപ്പം അതിനൊരു വല്ലാത്തൊരു ആഴമുണ്ട്. ആ ആഴം തിരിച്ചറിയാതെ നാം എളുപ്പത്തിൽ അത് വിട്ടുപേക്ഷിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്ന അത്ര ഗുണകരമായ ഒരു കാര്യം ആയിട്ടത് മാറണം എന്നില്ല. മാറാം, സാധ്യതയുണ്ട്. എല്ലാറ്റിലും നമുക്ക് വ്യക്തമായ നിലപാടെടുത്തിട്ട് വ്യക്തമായ ബോധ്യത്തോടു കൂടെ നമുക്ക് മാറാം. അങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഞാൻ ഒരിടത്ത് കണ്ടത്, ഇങ്ങനെ മാറി വന്ന ഒരാൾ മറ്റേയാളേക്കാൾ വളരെ ആഴത്തിൽ വിശ്വസിക്കുകയും മറ്റേയാളെ വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്താനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഏത് വിശ്വാസത്തിലാകുന്നു എന്നുള്ളതല്ല, ആത്മ ഐക്യത്തിലേക്ക് നമ്മൾ വളരുമ്പോൾ നിലപാടുകൾ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അത് വളരെ എളുപ്പത്തിൽ താൽക്കാലികമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന കാര്യമല്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ടത്, ഇന്നിപ്പോൾ റേഡിയോയിലും മറ്റുമൊക്കെ പ്രേമത്തെപ്പറ്റി പൊലിപ്പിച്ചുള്ള സംസാരങ്ങൾ കേൾക്കാറുണ്ട്. ഞാൻ പ്രേമിക്കുന്ന ഇന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇന്ന ഗാനം ഞാൻ സമർപ്പിക്കുന്നു. പണ്ടൊക്കെ ഞാൻ അതിനെപ്പറ്റിയൊക്കെ കേൾക്കുമ്പോൾ പണ്ടത്തെ നമ്മുടെ അന്തരീക്ഷത്തിൽ പ്രേമത്തെപ്പറ്റി പറയുന്നത് തന്നെ അപകടകരമായ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ആരെയെങ്കിലും പ്രേമിക്കാൻ സാധ്യതയുണ്ട്. യെസ്, ഒളിച്ചും പാത്തും വളരെ പേടിച്ചും നടത്തിയിരുന്ന കാര്യങ്ങൾ ഇന്ന് പരസ്യമായിട്ട് പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഈ അന്തരീക്ഷം ഇങ്ങനെയുള്ള സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ കണക്കിലെടുക്കാതെ വളരെ ലളിതവൽക്കരിക്കുകയും പ്രേമത്തെ ലളിതവൽക്കരിക്കുകയും അതിനെ ആഘോഷിക്കുകയും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കൊണ്ടാടപ്പെടുകയും, ഇതൊന്നും വേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇവർ ലളിതവൽക്കരിക്കുന്ന അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് ഗൗരവതരമായ ഒരു ചിന്ത ഇതിൻ്റെ പിന്നിലുണ്ടാവണം. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഒരു പക്ഷേ കൂടുതൽ ഒരുക്കമുണ്ടായേനെ, രണ്ട് കുടുംബങ്ങൾ തമ്മിൽ കൂടുതൽ അതിനെപ്പറ്റി സംസാരിച്ചേനെ. അങ്ങനെ ഒരിക്കലും വേണ്ട എന്നതിനേക്കാളേറെ കൂടുതൽ കുടുംബത്തെയും സമൂഹത്തെയും സംസ്കാരത്തെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഒരുമ, അത് രണ്ട് വ്യക്തികളുടെ വൈവാഹിക ജീവിതത്തിലെ ഒരുമ മാത്രമല്ല, രണ്ട് കുടുംബത്തിൻ്റെ, രണ്ട് സംസ്കാരത്തിൻ്റെ, രണ്ട് നാടിൻ്റെ അന്തരീക്ഷത്തിൻ്റെ കൂടിച്ചേരലാണ് വിവാഹം എന്ന തിരിച്ചറിവ് കൂടി പ്രധാനമാണ് എന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു അച്ഛാ. വളരെ മനോഹരമായിട്ട് അച്ഛൻ ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തു. ബന്ധങ്ങളിൽ എത്രത്തോളം പ്രാധാന്യം നാം കൊടുക്കേണ്ടതുണ്ട്, ഉറച്ച തീരുമാനങ്ങൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തെ സഹായകമാക്കുന്നു, പ്രത്യേകിച്ച് പ്രേമബന്ധങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്, ഇതെല്ലാം അച്ഛൻ വളരെ വിശദമായിട്ട് നമ്മളോട് സംസാരിക്കുകയുണ്ടായി. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിന് അച്ഛൻ്റെ ഈ വാക്കുകൾ സഹായകമാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതുപോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അത് കൗൺസിലിംഗ് കോർണർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ കത്തുകൾ മുഖേനയോ ഇമെയിൽ മുഖേനയോ ഒക്കെ അയയ്ക്കുക. മറുപടിയുമായി നമ്മുടെ സ്വന്തം തച്ചിലച്ചൻ ഉണ്ടായിരിക്കുന്നതാണ്. അച്ഛാ, ഈ പ്രോഗ്രാമിലേക്ക് വന്നതിനും
ഇത്ര നല്ല ഒരു വിഷയത്തിൽ നല്ലൊരു മറുപടി നൽകി ഞങ്ങളെല്ലാം ഉദ്ബുദ്ധരാക്കിയതിനും പ്രത്യേകം നന്ദി. താങ്ക് യു.